അൻപിതോ യേശുനായക തന്നിതോ ഏഴയ്ക്കായി നിൻ ജീവനേ. അൻപിതോ യേശുനായക തന്നിതോ ഏഴയ്ക്കായി നിൻ ജീവനേ. പാപിയാമൻ പാപമെല്ലാം പാപിയാമൻ പാപമെല്ലാം പോക്കി എന്നെ വീണ്ടുകൊള്ളുവാൻ താണിറങ്ങിയോ. അൻപിതോ യേശുനായക തന്നിതോ ഏഴയ്ക്കായി നിൻ ജീവനേ. ഏഴയ്ക്കായി നിൻ ജീവനേ. മരണത്തിൻ തരുണങ്ങൾ പലതും വന്നതും മരണദൂതൻ അറിയുവാൻ അരികിൽ നിന്നതും. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതൻ അറിയുവാൻ എന്നരികിൽ നിന്നതും. ഇരുളിലായി ഞാൻ ദുരിതമോടെ ഇരുളിലായി ഞാൻ ദുരിതമോടെ കരയുന്നതു കണ്ടു വീണ്ട അരുമനാഥനേ. വന്നിതോ യേശുനായക തന്നിതോ ഏഴയ്ക്കായി നിൻ ജീവനേ. പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ ധന്യനാമത്തിൽ അഭിവാദനങ്ങളും വന്ദനങ്ങളും ഞാൻ നിങ്ങൾക്കായി നേർന്നുകൊള്ളുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ജീവൻ എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു എന്ന്. ജീവൻ്റെ ഉറവിടം കർത്താവാണ്. ആ കർത്താവ് നമുക്ക് തന്ന ഈ ജീവൻ ഇല്ലായിരുന്നുവെങ്കിൽ അതേ നാം ഒരിക്കലും ഈ ലോകത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുവാനോ ഒന്നിച്ചു ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനോ സാധിക്കുമായിരുന്നില്ല. നരകത്തിലായാൽ പോലും ജീവൻ നൽകുന്നത് ദൈവത്തിൻ്റെ ജീവനാണ്. ഇത് നിത്യജീവനാണ്. അതുകൊണ്ട് ജീവനും മരണവും തമ്മിലുള്ള വലിയൊരു പോരാട്ടം ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ എങ്ങനെയും തട്ടിക്കളയണം എന്നാണ് പിശാചിൻ്റെ താല്പര്യം. പിറന്ന നേരം മുതൽ നമ്മെ തകർത്ത് കളയുവാൻ പിശാച് പരിശ്രമം മൂപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പണ്ടൊരു പാട്ട് ഞാൻ പാടുന്നത് കേട്ടിട്ടുണ്ട്. CSIയിലായിരുന്നപ്പോൾ, പിറന്ന നേരം മുതൽ നിന്നെ എപ്പോൾ മുറിച്ചിടുവാനെന്ന് മരണം നിൽക്കുന്നേ മരണം നിൽക്കുന്നേ ഇപ്പോഴൊരു വേണം നെഞ്ച്. അതുകൊണ്ട് മരണത്തിന് തയ്യാറെടുക്കണമെന്നാണ് പാട്ടുകാരൻ പറയുന്നത്. മരണം ഒരു വലിയ സമസ്യയാണ് കേട്ടോ. മരണത്തെക്കുറിച്ച് ഹിന്ദു വേദങ്ങളിലും ഗ്രന്ഥങ്ങളിലും ധാരാളം പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ കാലൻ വന്ന് അല്ലെങ്കിൽ യമനുമായുള്ള സംഭാഷണത്തിൽ നചികേസ് എന്ന് പറയുന്ന ഒരു യൗവനക്കാരൻ ഏർപ്പെട്ടപ്പോൾ ഒടുവിലായി അദ്ദേഹം മരണത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് പറഞ്ഞു തരണമേ എന്ന് ഈ നചികേതസ് കാലനോട് ആവശ്യപ്പെടുകയാണ്. യമദൂതനോട് ആവശ്യപ്പെടുമ്പോൾ യമദൂതനത് പറഞ്ഞു കൊടുക്കുവാൻ വളരെയധികം മടി കാണിച്ചു. ഏറ്റവും ഒടുവിലായിട്ടാണത് പറഞ്ഞു കൊടുക്കുന്നത്. മരണം ബൈബിൾ
പ്രതിപാദിക്കുന്നത് പോലെ ഒരു ഗ്രന്ഥങ്ങളിലും മരണത്തെക്കുറിച്ച് കാണുവാൻ സാധ്യമല്ല. അതിൻ്റെ കാരണം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മരണം 2 കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന 2 വ്യക്തിത്വങ്ങൾ, 2 കാലദൂതൻ, യമദൂതൻ എന്ന് തന്നെ നമുക്ക് തന്നെ വിളിക്കാം. ഒരു മുദ്ര പൊട്ടിമാറുന്നു. അപ്പോൾ ഒരു മഞ്ഞക്കുതിരയുടെ പുറത്തിരുന്നു കൊണ്ട് ഒരുവൻ സഞ്ചരിക്കുകയാണ്. അവൻ്റെ പേര് മരണം എന്ന് യോഹന്നാനോട് പറഞ്ഞു കൊടുക്കുകയാണ് കർത്താവ്. അതിന് തൊട്ടു പിന്നാലെ മറ്റൊരു ദൂതൻ, അവനും ഒരു കുതിരപ്പുറത്തു തന്നെ ആയിരിക്കാം സഞ്ചരിക്കുന്നത്, അവനും മഞ്ഞ നിറം തന്നെ ആയിരിക്കാം. അവൻ്റെ പേരാണ് പാതാളം. അതിൽ നിന്ന് ദൈവാത്മാവ് ഒരു മർമ്മം തൻ്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് എന്തെന്നാൽ, മരണം 2 ദൂതന്മാരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് എന്ന് നാം കാണുന്നു. ഇവരുടെ 2 ജോലികൾ ദൈവം ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് മറ്റൊരു പ്രവചന ഗ്രന്ഥത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: മരണമേ നിന്റെ ബാധകൾ എവിടെ? പാതാളമേ നിന്റെ സംഹാരം എവിടെ? അപ്പോൾ മരണം ബാധിക്കുന്നു. അതിൻ്റെ ബാധകളെല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ തൊട്ടുപുറകെ സഞ്ചരിച്ചു വരുന്ന മഞ്ഞ നിറമുള്ള മറ്റേ യമദൂതൻ നമ്മെ കൊല്ലുന്നു എന്ന് തന്നെയാണ് വെളിപ്പാടുകാരൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നു, ഹേ മരണമേ നിന്റെ ജയം എവിടെ? നിന്റെ വിഷമുള്ളെവിടെ എന്ന് ചോദിച്ചിട്ട്, വിഷമുള്ള മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും വിഷമുള്ള ഒടിച്ചു കളഞ്ഞ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് നാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. മരണം എപ്പോഴും നമ്മുടെ മുൻപിലുണ്ട് പ്രിയരെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇവരെ 2 പേരെയും വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് പോലെ കഴുത്തിന് പിടിച്ച് അഗ്നിയും ഗന്ധവും കത്തുന്ന പൊയ്യയിലേക്ക് തള്ളിയിടുന്നതോടുകൂടിയാണ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും ഓഫീസ് പൂട്ടി അവർ ലോകത്തിൽ നിന്ന് മാറുന്നത്. ജീവനോടുള്ള പോരാട്ടമാണ് ഏറ്റവും പ്രത്യേകമായിരിക്കുന്നത്. അപ്പോൾ ജീവൻ എന്തെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നാം ഇന്നത്തെ നമ്മുടെ ബൃഹത്തായിരിക്കുന്ന മർമ്മങ്ങൾ ഞുറുങ്ങായി നിങ്ങൾക്ക് വിളമ്പിത്തരേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജീവൻ എന്താണ് പ്രിയരെ? എത്ര തരം ജീവൻ ബൈബിളിൽ പറയുന്നുണ്ട് എന്ന് ഞാൻ ഓടിച്ച് പറയട്ടെ. കേൾപ്പാൻ നിങ്ങൾ വേഗതയും പറയാൻ താമസമുള്ളവരായിരിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ജീവൻ ലേവ്യാപുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ രക്തത്തിലല്ലോ ജീവൻ സ്ഥിതി ചെയ്യുന്നത് എന്നവിടെ വായിക്കുന്നു. അതുകൊണ്ട് രക്തത്തോടുകൂടി നമ്മൾ മാംസം ഭക്ഷിക്കരുതെന്ന ഇസ്രായേലിന് ഒരു ചട്ടവും കൊടുത്തു സ്വർഗത്തിലെ ദൈവം. ചിട്ടയായി നാം അതെല്ലാം പ്രാപിച്ചാൽ നമുക്ക് നല്ലതാണ് ആരോഗ്യപരമായി. പിന്നീട് ജീവനെക്കുറിച്ച് പറയുന്നത്, ഇത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഇത് വായിക്കുന്നുണ്ട്. ജീവൻ ദൈവത്തിൻ്റെ ജീവഭാണ്ഡത്തിൽ. അപ്പോൾ ജീവൻ എന്ന് പറയുന്ന ഈ സത്താവിശേഷം, അത്ഭുതകരമായിരിക്കുന്ന ഈ സംഭവം ഒന്നു തന്നെയാണ്. സകല ജീവജാലങ്ങളിലും പക്ഷിമൃഗാദികളിലും മനുഷ്യരിലും കാണുന്ന ജീവൻ ഒന്നു തന്നെയാണ്. അതൊരു എനർജിയാണ്. അത് ദൈവത്തിൻ്റെ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ദാവീദും അബീഗയിലും തമ്മിലുള്ള ഒരു സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ആ പരിജ്ഞാനവും വിവേകമുള്ള സ്ത്രീ ദാവീദിനോട് പറയുകയാണ്, ജീവൻ എങ്ങനെയുള്ളത്? നിലത്ത് ഒഴിച്ചു കളഞ്ഞതും പിന്നീട് തമ്മിൽ
ചേർക്കുവാൻ കഴിയാത്ത വെള്ളം പോലെ ഇരിക്കുന്നു. എന്തൊരു അത്ഭുതകരമായ വെളിപ്പെടുത്തലാണ് ബൈബിൾ നമുക്ക് തരുന്നത്. ജീവൻ എന്ന് പറയുന്നത് രക്തത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വെള്ളം പോലെ എന്ന് വായിക്കുന്നു. വെള്ളം പോലെ, രക്തം പോലെ, രക്തത്തിൽ ഇത് സ്ഥിതി ചെയ്യുന്നു ജീവൻ. ഇനി ഈ രക്തത്തിൽ ഇത് ഏത് പരുവത്തിലാണ് ഇരിക്കുന്നത് എന്നുകൂടെ പറയുന്നു ബൈബിൾ. മറ്റൊരു ഗ്രന്ഥത്തിലും അങ്ങനെ പറയുന്നില്ല. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, ജീവൻ എങ്ങനെയുള്ളത്? ഇപ്പോൾ കാണുന്നതും മറഞ്ഞു പോകുന്നതുമായ ഒരു ആവിയല്ലോ. അതുകൊണ്ടൊരു ഗ്യാസാണ്. ഒരു സോഡാ കുപ്പിയുടെ വട്ട് തട്ടി മാറ്റിയാൽ ചീറ്റി ആ ഗ്യാസ് പുറത്തു വരുന്നത് നമ്മൾക്കറിയാം. അപ്പോൾ ഈ ജീവൻ ജലപരുവത്തിൽ മനുഷ്യ ശരീരത്തിൽ ദൈവം ഇട്ടിട്ട് ഒരു കോർക്ക് കൊണ്ട് അടച്ചു വച്ചിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ ശരീരത്തിൽ ജീവൻ കെട്ടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്ന ജീവൻ ഒരംശം നമുക്ക് തരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലും അത് ദൈവം അത് കാർക്കിട്ട് അടച്ചു വച്ചിരിക്കുകയാണ്. പക്ഷെ എന്തൊരു അത്ഭുതമാണല്ലേ പ്രിയരെ. തൊടുവർമ്മം 90 പടുവർമ്മം 12 ഉണ്ടെന്ന് മർമ്മശാസ്ത്രജ്ഞന്മാർ പറയുന്നു. തൊടുവർമ്മം 90, പിന്നെ ചൂണ്ടുവർമ്മം, ഇതൊക്കെയുണ്ട്. ഇതൊക്കെയും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലുള്ള മർമാണികൾ വിദഗ്ധന്മാർ നോക്കിയാലേ അത് കാണുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊന്നും എവിടെയൊക്കെ കയറിയിട്ടിടിച്ചാലും തള്ളിയാലും ചവിട്ടിയാലും ചൂണ്ടിയാലും ഒന്നും അതിനിട്ട് കൊള്ളുകയല്ല പ്രിയരെ. ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന ധനം, ജ്ഞാനം, അറിവ് ഇവയുടെ ആഴമയെന്ന് ചോദിച്ചു പോകും. നമ്മുടെയൊക്കെ നാട്ടിൽ എന്തൊക്കെ തല്ല നടക്കുന്നതല്ലേ. ചിലപ്പം അതിനെ കയറി ആർക്കിട്ടെങ്കിലും ഒന്ന് കൊണ്ടാൽ അവൻ നിലത്ത് വീണ് അപ്പോൾ ചാകും. എന്നാൽ സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികളെ ശാസിക്കാറുണ്ട്. ചില വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പന്നിത്തല്ല് നടത്താറുണ്ട്. പൊക്കിയിട്ടിടിക്കും ചിലർ ഭാര്യമാരെയൊക്കെ ഞാൻ കണ്ടു. നമുക്കറിയാം, പറയണ്ടല്ലോ. പക്ഷേ അവരുടെ മർമ്മസ്ഥാനങ്ങളിലൊന്നും കൊള്ളാതെ ദൈവം കാത്തു സൂക്ഷിക്കും. നമ്മുടെ പെന്തക്കോസ്തുകാരുടെ ഭവനങ്ങളിലും ഒരിക്കൽ ഞങ്ങളുടെ ഒരു ഉപദേശി ഒരു ഉദാഹരണം പറഞ്ഞു. സഭയെ വരുന്ന സമയത്ത് ഇവരെ പ്രാവും മാടപ്രാവും പോലെയാണ് വരുന്നത്. സഭയിൽ വരുമ്പോൾ പ്രാവും മാടപ്രാവും പോലെയാണ്. വെള്ള വസ്ത്രമൊക്കെ ഉടുത്ത് നല്ല സ്പ്രേയൊക്കെ അടിച്ച് വരും. മക്കൾ വിദേശത്തായതുകൊണ്ട് സ്പ്രേയൊക്കെ ഉണ്ട്. എന്നാൽ ഇവരെക്കുറിച്ച് എപ്പോഴും വലിയ കംപ്ലൈൻറ്റ് പാസ്റ്ററൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പാസ്റ്ററെ, നിങ്ങളുടെ ഇവിടെയാണോ ഇവർ വരുന്നത്? അവർ ഭയങ്കര അടിയാ വീട്ടിൽ, ചീത്തയും തെറിയും കാലത്തും വൈകിട്ടും പറയും. എന്നാൽ ഈ പാസ്റ്റർ ഇച്ചിരി ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ സഭായോഗം കഴിഞ്ഞ് ഊണ് കഴിക്കാതെ നേരെ ഈ ബംഗ്ലാവിലേക്ക് പോകുന്നു. താൻ വാതുക്കെ സ്ലോയിൽ ചെരുപ്പിട്ടിട്ട് പതുക്കെ അകത്തോട്ട് കയറിയപ്പോൾ ഒരു ദൃശ്യം കാണുകയാണ്. പള്ളിയിലിട്ട ഉടുപ്പൊന്നും മാറിയിട്ടില്ല. ഈ വീട്ടുകാരൻ്റെ കഴുത്തിന് വട്ടം ഒരു വലിയ മാച്ചട്ടി, പഴയ മാച്ചട്ടി ഉണ്ടല്ലോ, അത് വട്ടത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. മാല ഇട്ടതുപോലെ കിടക്കുന്ന ഒരു മാച്ചട്ടി, മൂട് പൊട്ടി മാച്ചട്ടി വട്ടം വീട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പാസ്റ്റകത്തോട്ട് കയറുന്നത്. അപ്പം തൻ്റെ ഭാര്യയായ ആ സഹോദരി തകർത്തേച്ച് വന്നിരിക്കുക പള്ളി. അവരൊരു കൊല്ലാക്കൊല ചെയ്യുന്ന രാക്ഷസിക്കൊപ്പം അങ്ങനെ നിൽക്കുകയാണ്, അലറി വിളിച്ചുകൊണ്ട്. പാസ്റ്റർക്ക് കാര്യം മനസ്സിലായി. അവർ രണ്ടുപേരും ജീവനോടുണ്ട്. മാച്ചട്ടി കൊണ്ട് അടി കൊണ്ടിട്ടും ഈ അച്ചാനൊരു ദോഷവും വന്നില്ല. മർമ്മസ്ഥാനത്ത് കൊണ്ടിരുന്നെങ്കിൽ അച്ചാനോടെ പിടഞ്ഞു വീണ് മരിക്കുമായിരുന്നതാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവം അത്ഭുതകരമായി നമ്മുടെ ശരീരത്തിലെ സ്ഥാനങ്ങളെ സൂക്ഷിച്ച് സംരക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് നാം എല്ലാം ജീവിച്ചിരിക്കുന്നു. ഏതെല്ലാം അടിപിടി, ഏത് സ്കൂളിലായിരുന്നപ്പോൾ എവിടെയൊക്കെ ഇടിപിടിക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ടല്ലേ. എന്നാൽ കർത്താവ് നമ്മളെ കാത്തു. ഈ അത്ഭുതകരമായ ജീവൻ്റെ സംരക്ഷണം നമ്മുടെ ശരീരത്തിൽ ദൈവം അതേ ഒതുക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ ജീവനെക്കുറിച്ച് ഇത്രയും പറഞ്ഞു. ഇനി നമ്മെ സംബന്ധിച്ച് ഈ ജീവൻ രക്തത്തിലിരിക്കുന്നു. വേറൊരു ജീവനുണ്ട്. ആ ജീവൻ്റെ പേരാണ് ജീവനുള്ള ദേഹി. 2:7 ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു. യഹോവയായ ദൈവം മൂക്കിൽ ശ്വാസം ഊതിക്കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ ശരീരത്തിൻ്റെ രക്തത്തിലിരിക്കുന്ന ജീവൻ ഗ്യാസ് പരുവത്തിലുള്ളത്. 2,
ദൈവം ഊതിയതിനാൽ നമുക്കുണ്ടായി ജീവനുള്ള ദേഹി. അപ്പം ജീവനുള്ള ദേഹിയും പിന്നെ ജീവനുള്ള ബ്ലഡ് ഉൾപ്പെട്ടതാണ് നാം. 2 ജീവനാണ്. എന്നാൽ ബൈബിളിൽ ഒരു ജീവനെ കൂടെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ സൂക്ഷ്മമായത് ഗ്രഹിച്ചിരിക്കണം. ഏകസത്യദൈവമായ നിന്നെയും നീ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. നോക്കുക, ഒരു പ്രത്യേക ജീവനെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കൂടെ ദൈവം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതാണ് നിത്യജീവനെ. ഈ 2 ജീവൻ മതി നമുക്ക്. എന്നാൽ നിത്യജീവൻ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നതോടുകൂടി നമ്മളിലേക്ക് എത്തപ്പെടുന്ന ആ ജീവൻ്റെ പേരാണ് നിത്യജീവൻ. അങ്ങനെയുള്ളവരാണ് നിത്യജീവൻ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലേക്ക് പ്രവേശിക്കുന്നത്. സാധാരണ ഈ ജീവനും കൊണ്ട് നമുക്ക് നടക്കാം. എന്നാൽ ജീവിതത്തിൽ നിത്യജീവൻ പ്രാപിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം കട്ടപ്പോകയാണ്. യേശുവില്ലാത്തൊരു ജീവൻ നമുക്ക് എന്തിന്? പക്ഷേ ആ തന്ന ജീവനെ നമ്മിൽ നിന്ന് മാറ്റപ്പെടുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവനെക്കുറിച്ച് നാം മനസ്സിലാക്കി. ഇനി മനുഷ്യൻ്റെ മറ്റു ഘടകങ്ങൾ എന്താണ്? നാമെല്ലാം ഫെറോക്സോണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. 60 മൂലകങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ശരീരത്തിലുണ്ട്. ഇതൊക്കെ ഈ മണ്ണിൽ നിന്നെടുത്താണ് ഈ ശരീരം. മണ്ണിൽ നിന്ന് എടുത്തു എങ്കിലും ദൈവം മണ്ണിൽ വിരലുകൾ ഓടിച്ചപ്പോൾ ഇത് മാംസമായി തീർന്നു. അന്നേരം ജീവനില്ല. വീണ്ടും ദൈവം ഊതിയപ്പോൾ മനുഷ്യൻ ബിക്കൈം എ ലിവിങ് സോൾ, ജീവനുള്ള ദേഹി ആയിത്തീർന്നു. അപ്പോൾ ജീവനുള്ള ദേഹി വേറെ, അതോടുകൂടി രക്തത്തിലും ജീവൻ പ്രവേശിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത് കുറഞ്ഞപക്ഷം 3 പ്രവാചകന്മാരെങ്കിലും പറഞ്ഞത് ഉറപ്പിക്കണം. നമ്മളിങ്ങനെ പറയും 2-7 യഹോവയായ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി ഒരു ഊത്തും വെച്ച് കൊടുത്ത് ഊതിയപ്പോൾ അവൻ ജീവിതം. അങ്ങനെ അല്ല, അത് പോരാ, നമുക്ക് അംഗീകരിക്കാനൊക്കത്തില്ല. യഹോവയായ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ. ഇതിനെക്കുറിച്ച് ദാവീദ് ഒരു ദർശനം കണ്ടു. മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചൊരു ദർശനം. 139 സങ്കീർത്തനത്തിൽ നമ്മെ മണ്ണിൽ നിന്നാണ് എടുത്തത്. നാം പിണ്ടാഹാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണ് എന്നെ കണ്ടു എന്നത് പറയുന്നു. ചുരുക്കി ഞാൻ പറയുകയാണ്, ഭയങ്കരവും അതിശയകരവുമായി ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കയാൽ നീ എന്നെ സൃഷ്ടിച്ചിരിക്കാലെന്ന് ദാവീദ് പറയുന്നു. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വണ്ടർഫുള്ളി ആൻഡ് ടെറിബിളി എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത് ടെറിബിളായൊരു ഭാഗം അതിലുണ്ട്. എന്തായിരുന്നു ഭയാനകമായ ആ ഭാഗം? എന്തായിരുന്നു അതിശയകരമായിട്ടുള്ള ആ ഭാഗം എന്ന് ചിന്തിക്കണ്ടേ? അതൊക്കെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കേണ്ട ബാലപാഠങ്ങളാണ്. അതിനെക്കുറിച്ച് യെഹെസ്കേൽ പ്രവാചകനാണ് നമ്മെ ബോധവാന്മാരാക്കി തരുന്നത്. അദ്ദേഹം 3 പ്രാവശ്യം ഊതിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചാൽ മതി. അസ്ഥിയുടെ താഴ്വരകളിലേക്ക് പ്രവാചകനെ കൊണ്ടുപോകുന്നു. നോക്കുമ്പോൾ അസ്ഥികൾ ഛന്നം ഭിന്നം ചിതറിക്കിടക്കുന്നു. ആദ്യം ദൈവം കൽപ്പിക്കുകയാണ്, പ്രവാചക നീ നോക്കിക്കോ, ഞാൻ ആകാശത്തിലെ കാറ്റുകളോട് യഥാക്രമം കൽപ്പിക്കാൻ പോവുകയാണ്. നമ്പർ 1, ഒന്നാമത്തെ ഊത്ത്. അപ്പോൾ ഈ അസ്ഥി കഷ്ണങ്ങളെല്ലാം 600 അസ്ഥികളും 700 മാംസപേശികളും ഒക്കെ നമുക്കുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തോ ആകട്ടെ, അത്ഭുതകരമായി യൂത്തിനാൽ ഈ അസ്ഥികളെല്ലാം കൂടിച്ചേർന്ന് മനുഷ്യ അസ്ഥികൂടമായി തീർന്നു. മനുഷ്യൻ്റെ രൂപത്തിലുള്ള ഒരു സ്കെലട്ടൺ അവിടെ ഫോം ചെയ്തു. അതായിരിക്കും ഭയങ്കരമാണ് എന്ന് ദാവീദ് അത് കണ്ടപ്പോൾ അദ്ദേഹം പറയും, അദ്ദേഹത്തിന് ആ ഭാഗം ഇഷ്ടപ്പെട്ടില്ല. വികൃതമായിരിക്കുന്ന മനുഷ്യൻ്റെ ഒരു രൂപം ടെറിബിളായിരിക്കുന്നു. ഒരു അസ്ഥികൂടം ഇങ്ങോട്ട് കയറി വന്നാൽ നമ്മൾ എഴുന്നേറ്റ് എപ്പോൾ സ്ഥലം കാലിയെന്ന് ആക്കിയെന്ന് ഓർത്താൽ മതി. അത്ര ഭയവിഹുലമാണ്.
ചിന്ന ഭിന്നമായി കിടന്ന കഷണങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു അസ്ഥികൂടം രൂപപ്പെട്ടു. ഭയന്നുപോയി, ദാവീദ് ഭയന്നുപോയി. പ്രവാചകൻ പറയുകയാണ്, ഊതുക കാറ്റ് പിന്നെയും, കൊടിയ കാറ്റിങ്ങോട്ട് അടിക്കുകയാണ് പിന്നെയും. അപ്പോൾ ഈ അസ്ഥിക്കൂടത്തിന്മേൽ നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്, ഞരമ്പ് മാംസം വന്നു മൂടി, തൊലിയും മൂടപ്പെട്ടു നല്ല എംബാം ചെയ്തെടുത്തു. ദൈവത്തിൻ്റെ ആദ്യം ദൈവം ഈ ഭൂമിയിൽ നടത്തുന്ന ആ ശുശ്രൂഷ അത്ഭുതകരമായ ഒരു മർമ്മമാണതല്ലേ. എംബാം ചെയ്തപ്പോൾ മനുഷ്യൻ മിടുമിടുക്കനായി തീർന്നു. പക്ഷേ അപ്പോഴും യെഹെസ്കേൽ പ്രവാചകൻ പറയണ അവന് ജീവൻ ഇല്ലായിരുന്നുവെന്ന്. അപ്പോഴും ചലനമില്ല, ജീവനില്ല. മൂന്നാമതും ഊതാനായിട്ട് സ്വർഗത്തിൽ ദൈവം കൽപ്പിച്ചപ്പോൾ അത്ഭുതകരമായ ഒരു സംഭവം അസ്ഥികളുടെ താഴ്വരയിൽ അരങ്ങേറുകയാണ്. കൊടിയ കാറ്റടിക്കണമേ, ആത്മാ മന്ദമാരുതനീ ദാസർ മധ്യത്തിൽ. ആ ഭാഗം ധ്യാനിച്ചപ്പോൾ ആ ഭക്തനെഴുതിയ ഗാനമായിരിക്കും അത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കൊടിയ കാറ്റടിക്കണമേ, ആത്മമന്ദഭാരുതനൂതിയപ്പോൾ മനുഷ്യൻ സൗന്ദര്യമുള്ള കളേഭരം പ്രാപിച്ചിട്ട് അരോഗദൃഢഗാത്രനായി നമ്മുടെ കർത്താവിനെ വണങ്ങുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. അപ്പോൾ മനുഷ്യനിർമ്മിതിക്ക് വേണ്ടി യഹോവയായ ദൈവം 3 ഊത്തൂതി. മോശ പറയുന്നു 1, ദാവീദ് പറയുന്നു, യെഹെസ്കേൽ പ്രവാചകനും പറയുന്നതോടുകൂടിയാണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ചരിത്രം പൂർണ്ണ അർത്ഥത്തിൽ പൂർണ്ണമായി നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നുള്ള കാര്യം ഇവിടെ വിസ്മരിക്കരുത്. ഇതാണ് ശരിയായ അർത്ഥത്തിലുള്ള മനുഷ്യ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള പഠനം. ഇതിനാർക്കും എതിര് പറയുവാൻ സാധിക്കുമോ? പ്രിയരെ, ഇത് പഠിക്കണം. നമ്മുടെ ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ദൈവവചനത്തിനൊത്തതായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉപദേശം സ്ഥാപിക്കണമെങ്കിൽ അതിന് 3 അവസ്ഥകളാണ് എന്ന് തിയോളജിയന്മാർ പഠിപ്പിക്കുമ്പോൾ അത് കറക്റ്റല്ലേ? അങ്ങനെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന മനോഹരമായ ഈ ശരീരം പരിശുദ്ധാത്മാവ് വസിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അതുകൊണ്ട് ഈ മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. വിശുദ്ധമായി പരിശുദ്ധമായി കൊണ്ടു നടക്കുവാനുള്ള നമ്മുടെ ശരീരം അശുദ്ധി കേൾപ്പിച്ച് കൊടുക്കരുത്. എങ്ങനെയാണ് ആദം തൻ്റെ ഈ ശരീരം അശുദ്ധമാക്കി കളഞ്ഞതെന്നും ഈ ശരീരത്തിലേക്ക് വിലക്കപ്പെട്ട കനിയുടെ ഫലം പറിച്ചു ഭക്ഷിച്ചതിനാൽ അതിൻ്റെ വിഷലിപ്തമായിരിക്കുന്ന ശക്തി വ്യാപിച്ചതെന്നും നിങ്ങൾ കേട്ടു. പാപം, ഏക മനുഷ്യനാൽ പാപവും, പാപത്താൽ മരണവും. ഈ ശരീരം മരിക്കുവാനായി ദൈവം ഒരിക്കലും ആഗ്രഹിച്ചതല്ല. പക്ഷേ നിങ്ങൾ കേട്ടതുപോലെ ഏതു സമയവും സാത്താൻ നിങ്ങളെ കൊല്ലുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. 2 ദൂതന്മാരെ ഞാൻ ആദ്യം കാണിച്ചല്ലോ. ഒരുത്തൻ്റെ പേര് ബാധകളെവിടെ. അന്നാണ് മരണദൂതൻ മനുഷ്യനെ ബാധിക്കുവാൻ തുടങ്ങിയത്, ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ. എന്നാൽ അതിനെ തടഞ്ഞു നിർത്തിയ അത്ഭുതകരമായ ഏദന്യ ഒറ്റമൂലിയെക്കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ. ജീവൻ്റെ വൃക്ഷം. എന്നാൽ പാപം ചെയ്തതോടുകൂടി അത് പാതാളത്തിലേക്ക് മറിഞ്ഞുപോയി. പിന്നെ അവന് കിട്ടിയില്ല. അന്ന് മുതൽ മനുഷ്യൻ ക്ഷയിക്കുവാൻ തുടങ്ങി. മരണം പതുക്കെ അവൻ്റെ പ്രായം കവർന്നെടുക്കാൻ തുടങ്ങി. മെത്തുസലേക്ക് 969 വയസ്സുള്ളവനായി ജീവിച്ചു. ഇന്ന് നാമെല്ലാം എത്ര വർഷം വരെ ജീവിക്കും? 70 ഏറെയായാൽ 80 മാത്രം. നീളുമായുസതു നിനച്ചാൽ കഷ്ടത മാത്രം. നീളുമായുസതു നിനച്ചാൽ
കഷ്ടത മാത്രം. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം, അല്ലേ? പ്രൈസ് ദി ലോർഡ്. 40 ശരീരം ദത്തം ചെയ്യാൻ യേശു വരുന്നുണ്ട്. ഈ മാർമികമായ സത്യങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഞാൻ ഫേസ്ബുക്കിലൂടെയും പരസ്യയോഗത്തിലൂടെയും ഇതൊക്കെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. പ്രിയരെ, ഇതൊക്കെ പ്രസംഗിച്ച് പഠിച്ചാലേ നമുക്ക് പ്രത്യാശ വർദ്ധിക്കത്തുള്ളൂ. മരണം ഏതായാലും നമ്മളെ കൊണ്ടുപോകും. കർത്താവ് വരാൻ താമസിച്ചാൽ അത് ഓർത്തു വേണം. ഇപ്പോൾ കർത്താവ് വന്നാലോ ഞൊടിനേരം തന്നെ വിശുദ്ധന്മാർ ചടചട എഴുന്നേൽക്കാൻ പോവുകയാണ്. ചടുചടേ ഉയർക്കും വിശുദ്ധ ഗണം കാഹളനാദം കേൾക്കുമ്പോൾ പാരിൽ പാർത്തിടും നാം അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മനോഹരമായിരിക്കുന്ന ഈ ആലോചന നിങ്ങളുടെ ധമനികളിൽ, ഹൃദയതന്ത്രികളിൽ തമ്പുരുമീട്ടുന്നത് പോലെ മീട്ടു. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. നമ്മുടെ രോഗങ്ങളും നമ്മുടെ വ്യാധികളും ഈ ലോകത്തുള്ള ഐഹിക ദുഃഖങ്ങളും ദൈവം മാറ്റും. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ജീവൻ്റെ അത്ഭുതകരമായ വ്യാപാരം, മനുഷ്യ സൃഷ്ടി, ഇതൊക്കെയും പഠിക്കാൻ ദൈവം ഞങ്ങൾക്കിടയാക്കിയല്ലോ. ഇതെല്ലാം പഠിച്ചിട്ട് പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കുവാൻ അനേകരെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെയാണ് കർത്താവെ പ്രസംഗിക്കപ്പെടേണ്ട മർമ്മങ്ങൾ. അതിനു പകരം തമ്മിത്തല്ലു, ഉന്തും തള്ളും, ജനതാതെള്ളു എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് മനുഷ്യൻ. ഇതെല്ലാം അനിഷ്ട സംഭവങ്ങളിൽ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും എൻ്റെ യേശു അതിൽ നിന്നെല്ലാം ഞങ്ങളെ വിടിവെച്ചതിനായി സ്തോത്രം. കേട്ട ജനത്തെയെല്ലാം അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം അടുത്ത എപ്പിസോഡിനായി നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.